എല്ലാ സർക്കാർ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഖത്തർ ഗവൺമെന്റ് സർവീസ് കോംപ്ലക്സ് മിസൈമീരിൽ തുടങ്ങി. മുനിസിപ്പാലിറ്റി, നീതിന്യായം, തൊഴിൽ തുടങ്ങിയ വകുപ്പുകളിലെ മന്ത്രിമാർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ഖത്തർ നിവാസികൾക്ക് സർക്കാർ സേവനങ്ങൾക്കായി ഇനി മുതൽ ഓഫീസുകൾ തോറും കയറിയിറങ്ങേണ്ട. സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട ഏത് സേവനങ്ങളും ഒരു കാര്യാലയത്തിൽ നിന്ന് ലഭിക്കുമെന്നതാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ച ഗവൺമെന്റ് സർവീസ് കോംപ്ലക്സിന്റെ പ്രത്യേകത. പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ ആൽ സാനിയുടെ നിർദ്ദേശപ്രകാരമാണ് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ പുതിയ സംവിധാനം നിലവിൽ വന്നത്. ആദ്യഘട്ടത്തിൽ മുനിസിപ്പാലിറ്റി, വ്യാപാരം, വാണിജ്യം, നീതിന്യായം, തൊഴിൽ, പരിസ്ഥിതി തുടങ്ങിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ മുഴുവൻ മന്ത്രാലയ സേവനങ്ങളും പ്രസ്തുത കോംപ്ലക്സിൽ ലഭ്യമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം കാര്യാലയങ്ങൾ നിർമ്മിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ. UAE യൂണിയൻ സുപ്രീം കോടതി ഭരണഘടന നിലവിൽ വന്നതിന്റെ 40ാം വാർഷികം ആഘോഷിക്കുന്നു. ഈ മാസം 20, 21 തീയതികളിൽ അബുദാബി സുപ്രീം കോടതി സമുച്ചയത്തിൽ വെച്ച് നടക്കുന്ന ആഘോഷ പരിപാടികളിൽ മുൻ ജഡ്ജിമാരെയും നിയമവിദഗ്ധരെയും ആദരിക്കും. പുതിയ പാനലിൽ ഇനി മുതൽ വനിതാ ജഡ്ജിമാരെയും ഉൾപ്പെടുത്തും. അബുദാബി സുപ്രീം കോടതി സമുച്ചയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചീഫ് ജസ്റ്റിസ് ഡോക്ടർ അബ്ദുൽ വഹാബ് അബ്ദുൽ ആണ് ഇക്കാര്യം അറിയിച്ചത്. KAG ബഹ്റൈൻ ഘടകം വിങ്സ് ഫോറുമായി സഹകരിച്ച് കരിയർ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ കരിയർ ഗുരു MS ജലീൽ മക്കൾക്ക് ദിശ കാണിക്കുന്നതിൽ രക്ഷിതാക്കൾക്കുള്ള പങ്ക് എന്ന വിഷയം അവതരിപ്പിച്ചു. മനഃശാസ്ത്രജ്ഞൻ ജോൺ പനക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് ജിദ്ദ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അൽനൂർ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് കുടുംബാരോഗ്യ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ മാസം 11-ന് ഷറഫിയ ഇംപാല ഗാർഡൻ വില്ലയിൽ വൈകിട്ട് 7 മണിക്കാണ് സെമിനാർ നടക്കുക. സെമിനാറിൽ മികച്ച ഡോക്ടർമാർക്കുള്ള കേരള സംസ്ഥാന ഗവൺമെന്റ് അവാർഡ് ജേതാവും പ്രമുഖ ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സുധാ ബാബു ദിവാകരനും ഡോക്ടർ സുഹറ റഫീഖും നയിക്കുന്ന ഗൾഫിലെ വീട്ടമ്മമാരിൽ ഗർഭാശയ ക്യാൻസർ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടക്കും. പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായിരിക്കും. റാക്ക് എയർവേസ് 3ാം വാർഷികാഘോഷം ഈ മാസം 10, 11 തീയതികളിൽ റാസൽ ഖൈമ മനാർ ഹാളിൽ നടക്കും. ആകർഷകമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചതെന്ന് റാക്ക് എയർവേസ് വക്താവ് അറിയിച്ചു. ആഘോഷ ഭാഗമായി കുറഞ്ഞ നിരക്കിലുള്ള വൗച്ചർ വിതരണം നടക്കുമെന്നും വക്താവ് അറിയിച്ചു. ഇബിൻ സീന മെഡിക്കൽ സെന്റർ അജ്മാൻ അന്താരാഷ്ട്ര ആരോഗ്യ തുടർ വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 24, 25 തീയതികളിൽ അജ്മാൻ യൂണിവേഴ്സിറ്റിയിലാണ് സമ്മേളനം നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. 1800-ലധികം ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. ആംഗ്ലോ അറേബ്യൻ ഹെൽത്ത് കെയർ, ലണ്ടൻ സെന്റ് തോമസ് ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇബിൻ സീന മെഡിക്കൽ സെന്റർ അന്താരാഷ്ട്ര ആരോഗ്യ തുടർ വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിക്കുക. റീജൻസി ഗ്രൂപ്പിന്റെ ഖത്തറിലെ പ്രഥമ സംരംഭമായ ഗ്രാൻഡ് മാൾ ഹൈപ്പർ മാർക്കറ്റ് വെള്ളിയാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അൻവർ അമീൻ ചേലാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗൾഫിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമായി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. ഖത്തർ തൊഴിൽ വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ സലാഹ് അൽ ബുലൈഫിയാണ് ഉദ്ഘാടകൻ. ഖത്തർ അമീറിന്റെ വിഷൻ 2030-നെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത പദ്ധതിയാണ് ഗ്രാൻഡ് മാളെന്ന് കമ്പനി ചെയർമാൻ മന ഇബ്രാഹിം അൽമന വ്യക്തമാക്കി. ഖത്തറിലെ സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്നതായിരിക്കും പുതിയ മാൾ. 4 സിനിമാ തിയേറ്റർ, 14,500 സീറ്റുകൾ ഉൾപ്പെടുന്ന ഔട്ട്ഡോർ ആംഫി തിയേറ്റർ, ക്രിക്കറ്റ് സ്റ്റേഡിയം തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് അൽമന കൂട്ടിച്ചേർത്തു. ലോകോത്തര ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന കേന്ദ്രമെന്ന നിലയിൽ ഖത്തർ നിവാസികളുടെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമായി മാറാൻ ഗ്രാൻഡ് മാളിന് കഴിയുമെന്ന് ജനറൽ മാനേജർ അബ്ബാസ് ഖാൻ പറഞ്ഞു. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കർവ ഹെഡ് ഓഫീസിന് സമീപമാണ് മാളിന്റെ പ്രവർത്തനം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാൻ കഴിയുന്ന റൈഡുകളും മാളിനോടനുബന്ധിച്ച് സംവിധാനിച്ചിട്ടുണ്ടെന്ന് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ അഷ്റഫ് ചിറക്കൽ കൂട്ടിച്ചേർത്തു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ. ഹജ്ജ് വിശേഷങ്ങൾ. Al Mubarak Hospital Hajj Special News brought to you by Al Mubarak Hospital. മലയാളി മാനേജ്മെന്റിലുള്ള റിയാദിലെ ആദ്യ ഹോസ്പിറ്റൽ മുബാറക് ഹോസ്പിറ്റൽ, വസീർ സ്ട്രീറ്റ്, മുറബ, റിയാദ്, സൗദി അറേബ്യ. ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും പുണ്യനഗരിയിലെത്തി. ഈ വർഷത്തെ ഹജ്ജ് വിമാനങ്ങളുടെ വരവ് ഇന്ന് അവസാനിക്കും. 246 ഹാജിമാരുമായി കേരളത്തിൽ നിന്നുള്ള വിമാനമടക്കം ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിൽ നിന്നായി ഇന്ന് ജിദ്ദയിൽ വന്നിറങ്ങിയ ഹജ്ജ് വിമാനങ്ങളോടെ ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും മക്കയിലെത്തി. ഹജ്ജ് കമ്മിറ്റി വഴി 1,21,420 പേരും
പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പുകളിലായി 14,600 പേരുമായി ആകെ 1,36,020 പേരാണ് ഈ വർഷം ഇന്ത്യയിൽ നിന്ന് ഹജ്ജിനെത്തിയത്. ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഇന്ത്യയിൽ നിന്നും 12 എയർപോർട്ടുകളിൽ നിന്നായി 47,330 ഹാജിമാരെ എയർ ഇന്ത്യയും 9 എയർപോർട്ടുകളിൽ നിന്നായി 74,090 ഹാജിമാരെ സൗദി എയർലൈൻസുമാണ് ഈ വർഷം പുണ്യഭൂമിയിലെത്തിച്ചത്. കഴിഞ്ഞ മാസം 7-ന് ഗോവയിൽ നിന്നും മദീനയിലേക്കായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം. ജിദ്ദയിലേക്കുള്ള ആദ്യ വിമാനം 16-ന് റാഞ്ചിയിൽ നിന്നും. 60,800 ഹാജിമാർ മദീനയിലും ഏകദേശം 61,000 ഹാജിമാർ ജിദ്ദയിലുമാണ് വിമാനമിറങ്ങിയത്. ജിദ്ദ ഹജ്ജ് ടെർമിനലിലും മദീന എയർപോർട്ടിലും ഹാജിമാരുടെ സേവനത്തിന് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു. ഹാജിമാരുടെ താമസത്തിനായി 434 കെട്ടിടങ്ങളാണ് മക്കയിൽ വാടകയ്ക്കെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 145 ഡോക്ടർമാരും 150 പാരാമെഡിക്കൽ സ്റ്റാഫും 6 കോർഡിനേറ്റർമാരുമടക്കം 546 ഉദ്യോഗസ്ഥർ ഹാജിമാരുടെ സേവനത്തിനായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് വിമാനത്താവളം വഴി ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നടക്കം 8,788 മലയാളികളാണ് ഇപ്രാവശ്യം ഹജ്ജിനെത്തിയത്. കഴിഞ്ഞ മാസം 25-ന് ജിദ്ദയിലേക്കായിരുന്നു കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. മലയാളി ഹാജിമാർ മുഴുവനും ജിദ്ദയിലാണ് വിമാനമിറങ്ങിയത്. ഹജ്ജ് കഴിഞ്ഞുള്ള ഇവരുടെ തിരിച്ചുപോക്ക് മദീന വിമാനത്താവളം വഴിയായിരിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കാര്യമായ പരാതികളൊന്നും തന്നെ ഇല്ലാത്ത രൂപത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഇന്ത്യൻ അധികൃതർ ഈ വർഷം ഒരുക്കിയിരുന്നത്. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയവരിൽ സ്വകാര്യ ഗ്രൂപ്പിൽപ്പെട്ട 4 ഹാജിമാർ ഉൾപ്പെടെ ഇതുവരെയായി 42 പേർ തങ്ങളുടെ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു. ഇവരിൽ 5 പേർ മലയാളികളാണ്. സാദിഖ് അലി തുവ്വൂർ, മീഡിയ 1, ജിദ്ദ. ഹാജിമാർക്ക് ഇത്തവണ ബലിയറുക്കുന്നതിനുള്ള ആടുകൾക്കൊന്നിന് 490 റിയാൽ വീതം ഈടാക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക കമ്മിറ്റിയും ബലികർമ്മ നടപടികളുടെ ചുമതലയുള്ള ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കും തമ്മിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. ആധുനിക സൗകര്യങ്ങളുള്ള 8 അറവുശാലകളിലാണ് അറവ് നടക്കുക. ലക്ഷക്കണക്കിന് ആടുകളെയാണ് ഇത്തവണ ഹാജിമാർക്കായി അറുക്കുക. ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കിനെ വക്കാലത്തേൽപ്പിക്കുന്ന ഹാജിമാർക്ക് വേണ്ടി ബലിയർക്കപ്പെടുന്ന മൃഗങ്ങളുടെ മാംസം ശീതീകരിച്ച് 27 ദരിദ്ര നാടുകൾക്ക് അയച്ചുകൊടുക്കുകയാണ് പതിവ്. ഇതുവരെയായി 6 ദശലക്ഷം ബലിമൃഗങ്ങളുടെ മാംസം അയച്ചുകൊടുത്തതായി IDB ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് അലി അറിയിച്ചു. IDB ബലികർമ്മ പദ്ധതിയിൽ പങ്കുചേരാൻ താൽപര്യമുള്ളവർക്ക് മക്ക, മദീന ഹറമുകൾക്ക് സമീപത്തും ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന പുണ്യനഗരിയിലും ഒരുക്കിയിട്ടുള്ള പ്രത്യേക കൗണ്ടർ വഴി കൂപ്പണുകൾ ലഭിക്കുന്നതാണ്. ഹാജിമാർ കടന്നുവരുന്ന ചെക്ക് പോസ്റ്റുകളിലും കൂപ്പൺ വിതരണത്തിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്റർനെറ്റ് വഴിയും പണമടയ്ക്കാൻ സൗകര്യമുണ്ട്. ബാങ്കിന്റെ കീഴിൽ 40,000 അറവുകാർ, 700-ലേറെ മൃഗഡോക്ടർമാർ, മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധന നടത്തുന്നതിനുള്ള 600 മെഡിക്കൽ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ബലികർമ്മ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകും. കഴിഞ്ഞ വർഷം മക്കയുടെ പരിസരവാസികളായ 10 ലക്ഷത്തോളം ദരിദ്രർക്ക് ബലിമാംസം വിതരണം ചെയ്തിരുന്നു. അവശേഷിച്ച മാംസം 19 രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചതായും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1, റിയാദ്. മക്കയിൽ മിന, അറഫ എന്നിവിടങ്ങളിൽ ഇന്ന് നല്ല മഴ ലഭിച്ചു. ചെറുതായി തുടങ്ങിയ മഴ പിന്നീട് ശക്തി പ്രാപിക്കുകയായിരുന്നു. മഴയെ തുടർന്ന് ഹാജിമാർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. തീർത്ഥാടകർ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങളും സിവിൽ ഡിഫൻസ് പുറപ്പെടുവിച്ചു. സൗദിയുടെ മധ്യ പശ്ചിമ പ്രവിശ്യകളിൽ ദൂരക്കാഴ്ച മങ്ങുന്ന സാധ്യതയും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. ഈ വർഷം മുതൽ മിന, മുസ്തലിഫ എന്നീ പുണ്യസ്ഥലങ്ങളിലേക്ക് ഹാജിമാരുടെ നീക്കം സുഗമമാക്കുന്നതിന് ട്രെയിൻ സർവീസ് സംവിധാനത്തിൽ മാറ്റം വരുത്തുന്നു. പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്നതും പുറത്തുപോകുന്നതും ഇലക്ട്രോണിക് കവാടങ്ങൾ വഴിയായിരിക്കും. നിയമവിരുദ്ധമായി ഹജ്ജിനെത്തുന്നവരെയും ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവരെയും തടയാൻ ഇതുവഴി കഴിയും. യാത്രക്കാരെ നിരീക്ഷിക്കുന്നതിന് പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേക ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. യാത്രക്കാരെ സഹായിക്കാൻ 1,600ഓളം സന്നദ്ധ സേവകരെയും നിയോഗിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിന്റെ സമയങ്ങളിൽ ഹാജിമാർക്ക് വിശ്രമം അനുവദിക്കുകയില്ല. ഈ വർഷം മുതൽ ഹജ്ജ് സുരക്ഷാ സേന എന്ന പേരിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം രൂപീകരിക്കും. ഇതിന് രാജാവിന്റെ അനുമതി ലഭിച്ചതായി ആഭ്യന്തരമന്ത്രി അമീർ മുഹമ്മദ് ബിൻ നായിഫ് അറിയിച്ചു. 40,000 പേരാണ് ഈ സേനയിൽ ഉണ്ടാവുക. Al Mubarak Hospital Hajj Special News brought to you by Al Mubarak Hospital. മലയാളി മാനേജ്മെന്റിലുള്ള റിയാദിലെ ആദ്യ ഹോസ്പിറ്റൽ മുബാറക് ഹോസ്പിറ്റൽ, വസീർ സ്ട്രീറ്റ്, മുറബ, റിയാദ്, സൗദി അറേബ്യ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില ജനങ്ങൾക്കു വേണ്ടി. ബോബി ആൻഡ് മറഡോണ. ഇന്നത്തെ കറൻസി നിലവാരം.